അപ്പോൾ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി, അല്ലെങ്കിൽ ജന്മാദ്യസ്യതഃ തുടങ്ങിയ ശാസ്ത്രവാക്യങ്ങളുടെ ഒരു മലയാളവത്കരണമല്ലേ നമ്മൾ ഈ കാണുന്നത്? തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ ബ്രഹ്മനിഷ്ഠയും ശ്രോത്രിയത്വവും കാണുന്നില്ലേ? ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനതാ പറയാൻ വന്നത്. ഞാൻ കൃഷ്ണവിഗ്രഹം വെച്ച് പൂജിക്കുമായിരുന്നു. അപ്പോൾ വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ ഷോഡശ വിധി പ്രകാരം ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് പൂജ നടത്തുന്നത്. ഒരു ദിവസം രാവിലെ 6-6:30 മണിക്ക് അമ്മ ഞങ്ങളൊക്കെ താമസിക്കുന്ന കുടിലിൻ്റെ വാതിൽക്ക് വന്ന് നോക്കി. കുടിൽ പോലും പിന്നീടാണ് ഉണ്ടായത്, നേരത്തെ കുടിലുമില്ല. കുടിലിൻ്റെ വാതിൽക്ക് വന്ന് നോക്കി. ഞാൻ അറിവില്ലായ്മയാണല്ലോ, ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കൃഷ്ണൻ നിൽക്കുന്നത് കണ്ടോ ചോദിച്ചു. അമ്മ ഈ ശാസ്ത്രജ്ഞാനത്തെപ്പറ്റി ഞാൻ പറയുവാണ്. ഞാനല്ലേ ആദ്യം നിന്നത്, പിന്നെ അല്ലേ നിൻ്റെ കൃഷ്ണൻ നിന്നത്. അപ്പോൾ സദൈവ സൗമ്യ ഇത് അഗ്രാസീത് എന്നതിൻ്റെ ഒരു കൈരളി ട്രാൻസ്ലേഷനാണിത്. സമാധിയിൽ എന്താ സംഭവിക്കുന്ന അമ്മേ എന്ന് ഞാൻ ചോദിച്ചിരിക്കില്ല അമ്മയോട്. ഒന്നും പറയാനില്ല മോനെ, എത്ര ഓഥൻറ്റിക്കായിട്ട് ഒരു കാര്യം അമ്മ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറയാം, നീ ഒരു ഇട്ടാവട്ടം പ്രപഞ്ചം കാണുന്നു, ഇതുപോലെ കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്കൊരു കുമള പോലാണ്. ഇത് പറയുന്നത് 4ാം ക്ലാസ്സുകാരിയാണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 4ാം ക്ലാസ് വളരെ സിംബോളിക്കാണ്. കാരണം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയം, 4 ക്ലാസ്സും. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് ശരിക്കും ജ്ഞാനികളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്, ശാസ്ത്രങ്ങളല്ല. അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളും വാചകങ്ങളുമാണ് ശാസ്ത്രങ്ങളായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവരെന്തു പറയുന്നു അതിലേക്ക് ശാസ്ത്രം പൊക്കൊള്ളണം എന്നാണ് വാസ്തവത്തിൽ. ആ ജീവൻ മുക്തൻ ഒരു ലിവിങ് എക്സാമ്പിൾ ഓഫ് വേദാന്ത, അയാൾ ശാസ്ത്രങ്ങളെ ശാസ്ത്രവത്കരിക്കുന്നു. അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെ കൊണ്ട് യാതൊരു കാര്യമില്ല. എത്ര പ്രമാണങ്ങളാണ്. യാവാനർത്ഥ ഉദവാനെ സർവത സംപ്ലുതോതകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ശാസ്ത്രങ്ങളെ കൊണ്ട് പ്രയോജനമെന്ന് പറയുകയാണ് ഭഗവാൻ കൃഷ്ണൻ. എല്ലായിടത്തും പ്രളയം ബാധിച്ചിരിക്കെ കിണർ കൊണ്ടും കുളം കൊണ്ടും തോടുകൊണ്ടും എന്താ പ്രയോജനം? അത്രയും പ്രയോജനം പോലും ബ്രഹ്മജ്ഞാനിക്ക് ശാസ്ത്രങ്ങളെ കൊണ്ടില്ല പോലും. ബ്രഹ്മജ്ഞാനിയുടെ അടുത്ത് ജ്ഞാനാർത്ഥമെത്തുന്ന ഒരു ആൾക്ക് ആ ബ്രഹ്മജ്ഞാനി ആയ ഗുരുവിൻ്റെ ജീവിതം തന്നെയല്ലേ ശാസ്ത്രം? ജീവിതം തന്നെയാണ് സന്ദേശം. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ സന്ദേശം. അമ്മയുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. ഞങ്ങൾക്കാർക്ക് ഈ ലോകത്തിനോട് ഈ പറയുന്ന കാരുണ്യമൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിമ്പതി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ജീവിതം അമ്മയുടെ സന്ദേശമാണ്. അല്ല, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സ്വാമിജി, ശാസ്ത്രജ്ഞാനം അവിടുത്തെ സന്യാസിമാർക്കില്ല എന്നാണ്. അവിടെ ചെന്നാൽ ശാസ്ത്രം പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാമിജിയുടെ വിവരണത്തിൽ നിന്നൊക്കെ നിരർത്ഥകമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന ഒരാൾ ചെന്നു ബ്രഹ്മചരിയായി, അവിടെ ശാസ്ത്ര പഠനങ്ങളും തപശ്ചര്യകളും ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നു. തീർച്ചയായിട്ടും അനവരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു ബ്രേക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളിൽ പല ആൾക്കാരെയും തന്നെ അമ്മ വളരെ നിർബന്ധമായിട്ട് പഠിക്കാനായിട്ട് വിട്ടതാണ്. ഞങ്ങൾ പിന്നെ അതിനുശേഷം വാചക തൊഴിലാളികളായിട്ട് നടന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ വ്യക്തിപരമായിട്ട് 6-7 വർഷം അവിടെ സംസ്കൃതം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ആ സമയത്ത് സ്വാമിജി ഭാരതീയ ശാസ്ത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഉപനിഷത്തുക്കൾ, ഗീത. ആദ്യകാലത്തെ സന്യാസിമാർക്കെല്ലാം തന്നെ ശാസ്ത്രജ്ഞാനമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ സന്തുഷ്ടരാണ്. അവർക്ക് ഈ വാചകം പഠിച്ചിട്ട് സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പക്ഷേ അമ്മ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ ശാസ്ത്രങ്ങളുടെ പ്രഘോഷണങ്ങളായിരിക്കില്ല, പ്രവർത്തനങ്ങളായിരിക്കും. സാധാരണക്കാരൻ, ഇന്നത്തെ ജനങ്ങൾക്ക് അതാണല്ലോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏത് മഹാത്മാക്കൾ വന്നു കഴിഞ്ഞാലും അന്നേരത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സത്യവും ധർമ്മവും ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അന്നേരത്തെ സാഹചര്യങ്ങളെ അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. അവർ തീരുമാനിക്കുന്നതാണ് ധർമ്മം, അല്ല അജ്ഞാനികൾ തീരുമാനിക്കുന്നതല്ല ധർമ്മം. അപ്പോൾ ഒരു തരത്തിൽ പറയുമ്പോഴത്തേക്ക് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ആവശ്യം ഫുൾഫില്ല് ചെയ്യാനായിട്ടാണ് ഒരു അവതാര പുരുഷൻ വരുന്നത്. അവർ മാത്രമാണ് ധർമ്മം അറിയുന്നത്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ ലോകത്തിന് നന്മയുണ്ടാകും,